So in this video we are going to discuss the effect of grain size, shape and orientation on dislocation and creep. ഡിസ്ലൊക്കേഷനും ക്രീപ്പും നമ്മൾ എങ്ങനെയാണ് ഗ്രെയിൻ സൈസ്, ഷേപ്പ്, ഓറിയൻറ്റേഷൻ എഫക്റ്റ് ചെയ്യുന്നത് അതാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ എന്താണ് ഹൈ ആംഗിൾ ബൗണ്ടറി, സെക്കൻഡ് സ്മോൾ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി എന്താ പഠിക്കണം. സോ ഞാൻ പറഞ്ഞു രണ്ട് ഗ്രെയിൻസ് ഉണ്ട്. ഇഫ് വി ഹാവ് ടു ഗ്രെയിൻസ്, ഓക്കെ, രണ്ട് ഗ്രെയിൻസ് ഉണ്ട്. ആ രണ്ട് ഗ്രെയിൻസിന് തമ്മിലുള്ള അറേഞ്ച്മെൻറ്റ്, ഓക്കെ, അലൈൻമെൻറ്റ്, അതായത് ആറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഈസ് ലാർജ്. ആ അലൈൻമെൻറ്റ് തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് വലുതാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി. ഇഫ് ദി അലൈൻമെൻറ്റ് ഓഫ് ആംഗിൾ ഡിഫറൻസ് ഈസ് സ്മോൾ ഇറ്റ്സ് കോൾഡ് സ്മോൾ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി. ഫോർ എക്സാമ്പിൾ നോക്കി, ഇഫ് വി ക്യാൻ ചെക്ക് ദിസ് ഫിഗർ, ദീസ് ആർ ടു ഗ്രെയിൻസ്, റൈറ്റ്? This is one grain, this is one grain and this is another grain. So first of all I'm drawing a line which is parallel to the arrangement of this grain. Okay, I draw. Now I'm drawing a line parallel to arrangement of this grain drawn. So the angle is large, so it's called ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി. ആ അലൈൻമെൻറ്റ് തമ്മിലുള്ള ആംഗിൾ ലാർജ് ആണെങ്കിൽ ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രെയിൻസിന് പാരലായിട്ട് ലൈൻ വരച്ചു, ഈ ഒരു ഗ്രെയിൻസ് പാടുന്നത്. ഇപ്പോൾ നോക്കി, ആംഗിൾ ഈ സ്മോൾ, സോ അങ്ങനെ വരുന്നതാണ് സ്മോൾ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി. ഓക്കെ, അത് രണ്ടും ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് പറയാനുള്ളത് അതാണ് ഇവിടെ വീണ്ടും പറയുന്നത്. ഓക്കെ, various degrees of crystallographic misalignment between the adjacent grains are possible. So various degrees of 2 degrees are possible, such as small or low angle grain boundary or high angle grain boundary. അപ്പോൾ ഇതാണ് എന്താണ് ഈ ഡിസ്ലൊക്കേഷൻ ഒക്കെ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ these are two grains. These two grains are needs to align പെർഫെക്റ്റ്ലി മാച്ച് ടു ഈച്ച് അതർ. ബട്ട് എന്ത് സംഭവിച്ചത്, ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ കറക്റ്റായിട്ട് വേറെ അലൈൻ ചെയ്തിരിക്കേണ്ടതാണ്. പക്ഷേ എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു ചെറിയൊരു ആംഗിൾ വന്നു. നോക്കി, ഈ രണ്ട് അലൈൻമെൻറ്റ്സ് തമ്മിൽ ഒരു ചെറിയൊരു ആംഗിൾ വന്നു. കാരണം ഒരു ചെറിയൊരു ഇതിനകത്ത് ഇടയ്ക്ക് ഒരു ആറ്റംസ്, ഇടയ്ക്ക് 1 ലെയർ ഓഫ് ആറ്റംസ് എക്സ്ട്രാ വന്നു. നോക്കി, അപ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങോട്ടൊരു ഷിഫ്റ്റ് വന്നു. അപ്പം അങ്ങനെ വരുമ്പോഴാണ് അവിടെ ഒരു ആംഗിൾ വരുന്നത്. മനസ്സിലായില്ലേ? ആ ആംഗിൾസ് ചെറുതാവാം വലുതാവാം. ആംഗിൾസ് ചെറുതാണെങ്കിൽ ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി, ആംഗിൾ വലുതാണെങ്കിൽ ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയാം. അപ്പോൾ നമുക്കത് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദിസ് ഓറിയൻറ്റേഷൻ ഓഫ് മിസ്മാച്ച് ഈസ് ലാർജ്, ആ മിസ്മാച്ചിൻ വലുതാണെങ്കിൽ, ഓക്കെ, അതിനെന്ന് പറയുന്നതാണ് ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി. അപ്പം ഈ ആംഗിൾ കൂടുമ്പോൾ, വെൻ ദി ആംഗിൾ ഓഫ് മിസ്മാച്ച് ഇൻക്രീസസ്, ആംഗിൾ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ദ ഡെൻസിറ്റി ഓഫ് ഗ്രെയിൻ ബൗണ്ടറി ആൾസോ വിൽ ഇൻക്രീസ്. ഡെൻസിറ്റി, ആ ഗ്രെയിൻ ബൗണ്ടറിയിലുള്ള എനർജി ഡെൻസിറ്റി കൂടും. അതായത് ആംഗിൾ കൂടുമ്പോൾ ആ ബൗണ്ടറിയിലുള്ള ആറ്റംസ് കൂടുതൽ സ്ട്രെസ്ഡ് ആണ്. അതായത് നമ്മൾ നേരെ വെച്ചിരിക്കേണ്ട രണ്ട് ഗ്രെയിൻ ബൗണ്ടറീസ് കറക്റ്റായിട്ട് ജോയിൻ ചെയ്തിരിക്കേണ്ട പകരം അത് ഒരു ഹൈ ആംഗിൾ ഇൻക്ലിനേഷനിൽ ഇരിക്കുക രണ്ടും തമ്മിൽ. അപ്പോൾ നോക്കി, ബൗണ്ടറിയിലുള്ള ആറ്റംസ് ആർ മോർ സ്ട്രെസ്ഡ്. ബൗണ്ടറിയിലുള്ള ആറ്റംസ് മോർ സ്ട്രെസ്ഡ് ആകുമ്പോഴത്തേന് ആ ആറ്റംസിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതൽ. അപ്പോൾ ചെറിയൊരു ഫോഴ്സ്, ഇഫ് വെൻ വി അപ്ലൈ സ്മോൾ ലോഡ് ഇറ്റ് സെൽഫ്, ഇത് ആറ്റംസ് ഓഫ് ദ ബൗണ്ടറി ഓഫ് ദ ഗ്രെയിൻസ് ആർ ഹാവ് എ ലാർജ് ടെൻഡൻസി ടു മൂവ്. അപ്പോൾ അതെന്താ, മൂവ് ചെയ്യുമ്പോൾ അതൊരു ഡിസ്ലൊക്കേഷനായിട്ട് മാറും, അതൊരു ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റായിട്ട് മാറും. സോ ലാർജ് ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി ആണെങ്കിൽ എന്ത് സംഭവിക്കും, സോ വാട്ട് ഹാപ്പൻ, ആ ഗ്രെയിൻ ബൗണ്ടറിയിലുള്ള ആറ്റംസ് ഡിസ്ലൊക്കേഷനായിട്ട് മൂവ് ചെയ്ത് അഡ്ജസൻറ്റ് ഗ്രെയിൻ ബൗണ്ടറിയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പറഞ്ഞ് മനസ്സിലാക്കണം. ഇഫ് we have a large grain boundary angle, when what happen is the atoms at the boundary are more stressed and it will have more tendency to move. So അവിടെ ഡിസ്ലൊക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ this dislocation will move to the നെക്സ്റ്റ് ബൗണ്ടറി. ഓക്കെ, അവിടെ നമുക്ക് ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ ആണെങ്കിൽ ആ ഡിസ്ലൊക്കേഷൻ ഒരുപാട് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇഫ് ഇറ്റ് ഈസ് ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ, ദ ഡിസ്ലൊക്കേഷൻ കനോട്ട് മൂവ് എ ലോങ്ങർ ഡിസ്റ്റൻസ്. കാരണം ഗ്രെയിൻ സൈസ് വളരെ ചെറുതാണ്, അത് കുറച്ച് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് സംഭവിക്കും, ഡിസ്ലൊക്കേഷന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, ഒരുപാട് ഗ്രെയിൻ സൈസ് കുറവാണ്, അപ്പം ഗ്രെയിൻ ബൗണ്ടറി ഒരുപാട് കൂടുതലുമാണ്. സോ ദീസ് ഡിസ്ലൊക്കേഷൻസ് വിൽ
പൈൽ അപ്പ് അറ്റ് ദി ബൗണ്ടറി. ആ ഡിസ്ലൊക്കേഷൻസ് എല്ലാം കൂടെ എവിടെ വന്ന് പൈലപ്പ് ആവും? ഈ ബൗണ്ടറിയിൽ വന്ന് പൈലപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് ഹൈ ആംഗിൾ ബൗണ്ടറി ആണെങ്കിൽ പോലും സ്മോൾ ഗ്രെയിൻ സൈസ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുത്തെങ്കിൽ മാത്രമേ ആ ഡിസ്ലൊക്കേഷൻ ആ ബൗണ്ടറി കടന്ന് തൊട്ട് അപ്പുറത്തെ ഗ്രെയിൻസിലോട്ട് പോകത്തുള്ളൂ. സോ അതാണ് പറഞ്ഞത്, ഈ സ്ലിപ്പ് ലൈൻസ് ആർ മോർ അറ്റ് ദി ഗ്രെയിൻ ബൗണ്ടറീസ്, ഹാർഡ്നെസ് വിൽ ബി ഹൈ അറ്റ് ദി ഗ്രെയിൻ ബൗണ്ടറി ദാൻ ദി സെൻറ്റർ. സോ അങ്ങനെ നമ്മൾ ഗ്രെയിൻ സൈസ് റെഡ്യൂസ്, ഇപ്പോൾ ദ ഗ്രെയിൻ സൈസ് റെഡ്യൂസ് ദ ബൗണ്ടറി വിൽ ബിഹേവ് ലൈക്ക് എക്സ്പീരിയൻസ് ആസ് എ സെൻറ്റർ ആൾസോ. സോ ദി ഗ്രെയിൻസ് വിൽ ഹാവ് യൂണിഫോം ഹാർഡ്നെസ്. അതായത് ഈ നമുക്ക് പറഞ്ഞ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. ലാർജ് ആംഗിൾ ബൗണ്ടറി ആണെങ്കിൽ ഓക്കെ, അതിൻ്റെ ബൗണ്ടറിയിലുള്ള ആറ്റം സ്ട്രെസ്ഡായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഡിസ്ലൊക്കേഷൻ ഉണ്ടാവും. ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? തൊട്ടടുത്ത ബൗണ്ടറിയിലോട്ട് പോകും. ആ ബൗണ്ടറി ഫൈൻ ഗ്രെയിൻ ആണെങ്കിൽ എന്താ, ഒരുപാട് ബൗണ്ടറി അടുപ്പിച്ചുള്ളതുകൊണ്ട് ആ ബൗണ്ടറി ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യും ഇല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ബൗണ്ടറിയിലും നമ്മുടെ ഗ്രെയിൻസിൻ്റെ സെൻറ്ററിലും ഒരു യൂണിഫോം ഹാർഡ്നെസ് നമുക്ക് കിട്ടും. പക്ഷേ മറ്റേടത്താണെങ്കിൽ ഒരു യൂണിഫോം ഹാർഡ്നെസ് കിട്ടത്തില്ല. ബൗണ്ടറിയിലെ ഹാർഡ്നെസ് കൂടുതലായിരിക്കും, ഗ്രെയിൻസിൻ്റെ സെൻറ്ററിലെ ഹാർഡ്നെസ് കുറവായിരിക്കും. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ അപ്പോൾ നമുക്ക് എന്ത് പറയുക? സ്മോൾ ഗ്രെയിൻസ് ബാരിയർ ആക്ട് ഡിസ്ലൊക്കേഷൻ മൊബിലിറ്റി ലീഡ്സ് ടു ഹയർ സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്. അപ്പോൾ ചെറിയ ഗ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്ട്രെങ്ത്തും ഹാർഡ്നെസ്സും കൂടുതലായിരിക്കും. ഇനി നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി നോക്കി. ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂട്ടുമ്പം ഈ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യും. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ അയൺ നമ്മളൊരു നോർമൽ റൂം ടെമ്പറേച്ചർ നമ്മളൊരു ലോഡ് കൊടുക്കുക, അത് ഡീഫോം ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ബട്ട് ടെമ്പറേച്ചർ ഇസ് എലിവേറ്റ്, നമ്മൾ ഹയർ ടെമ്പറേച്ചറിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുക, അതെന്ത് സംഭവിക്കും? ഡീഫോർമേഷൻ പെട്ടെന്നുണ്ടാവും. അപ്പോൾ അതെന്താണ് ഡീഫോർമേഷൻ പെട്ടെന്നുണ്ടാവും? ഹയർ ടെമ്പറേച്ചറിൽ ആ ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ് പോസിബിളാണ്. അങ്ങനെയാണ് ഡീഫോർമേഷൻ ഉണ്ടാകുന്നത്. സോ the grain boundary sliding observed at higher temperature, that is 0.5 tm. Okay, the sliding phenomena prominent with higher increasing temperature and the deformation caused by the sliding grain boundaries. അപ്പോൾ ഹയർ ടെമ്പറേച്ചർ വരുമ്പോഴത്തേന് ആ ഒരു ഡിസ്ലൊക്കേഷൻ തൊട്ടടുത്ത ഗ്രെയിൻ ബൗണ്ടറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും ആ ഒരു ഡിഫോർമേഷൻ ഹയർ ടെമ്പറേച്ചർ കൂടുതലുമായിരിക്കും. ആ ഒരു ഫിനോമിന പറയുന്നവരാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യും, അല്ല സ്ലൈഡിങ്ങിനുള്ള ചാൻസ് കൂടുതലാണ്, അപ്പോൾ ഡീഫോർമേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഫിനോമിന പറയുന്നവരാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഹോൾ പിച്ച് ഇക്വേഷൻ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹോൾ പിച്ച് ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേന് ഈൽഡ് സ്ട്രെങ്തിനെയും ഡയമീറ്റർ ഓഫ് ഗ്രെയിനിനെയും കൂടെ റിലേറ്റ് ചെയ്യുന്നൊരു ഇക്വേഷനാണ്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു കണ്ടീഷൻ വരുവാണ്. ഓക്കെ, എനിക്ക് ഇത്ര ഈൽഡ് സ്ട്രെങ്ത് ഉള്ള ഒരു മെറ്റീരിയൽ വേണം. എനിക്ക് മോൾട്ടൺ അയൺ എടുത്തിട്ട് പറയുന്നു, ഐ വാണ്ട് എ 900 മെഗാ പാസ്കൽ ഈൽഡ് സ്ട്രെങ്ത് ഉള്ള ഒരു മെറ്റീരിയലാണ് എനിക്ക് വേണ്ടത്. സോ ആ മെറ്റീരിയൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ട്രെങ്ത് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നത്? ഈ ഈൽഡ് സ്ട്രെങ്ത് ഹാർഡ്നെസ് ഒക്കെ എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നത്? ആ ഒരു ഗ്രെയിൻസിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ഗ്രെയിൻ്റെ സൈസ്. ചെറിയ സൈസാണെങ്കിൽ സ്ട്രെങ്ത് കൂടുതലാണ്, വലിയ സൈസാണെങ്കിൽ സ്ട്രെങ്ത് കുറവായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചത്? നമ്മൾ പഠിച്ചിങ്ങനെ സ്മോൾ ഗ്രെയിൻ സൈസ് ആണെങ്കിൽ സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ് വിൽ ബി ലാർജ്, ആൻഡ് ലാർജ് ഗ്രെയിൻ സൈസ് ആണെങ്കിൽ സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ് വിൽ ബി ലോ. അപ്പോൾ നമുക്ക് പറയാം 900 മെഗാ പാസ്കലിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെങ്ത് വേണം. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത് വേണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡയമീറ്റർ എത്ര നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? കണ്ട് ഈ ഇക്വേഷൻസിൽ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് സിഗ്മ വൈ എന്ന് വെച്ചാൽ ഈൽഡ് സ്ട്രെങ്ത് ആണ്. അപ്പം നമുക്ക് റിക്വയർഡ് ഈൽഡ് സ്ട്രെങ്ത്, അപ്പോൾ റിക്വയർഡ് ഈൽഡ് സ്ട്രെങ്ത് നമുക്ക് വേണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഒരു ഡയമീറ്റർ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡയമീറ്റർ അപ്പം നമുക്കറിയാം ഡയമീറ്റർ വാല്യൂ ഇവിടെ കിട്ടും. ഈ ഡയമീറ്റർ നമ്മൾ ഒരു കൺട്രോൾഡ് സോളിഡിഫിക്കേഷൻ, അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഡയമീറ്റർ അല്ലെങ്കിൽ ഈ ഒരു സൈസ് ഓഫ് ഗ്രെയിൻ നമ്മൾ അച്ചീവ് ചെയ്യുന്നു. അപ്പം നമുക്ക് ആ ഒരു സൈസ് അച്ചീവ് ചെയ്ത് നമുക്ക് ആ ഒരു ഈൽഡ് സ്ട്രെങ്ത് ആ മെറ്റീരിയലിൽ നമുക്ക് കിട്ടും. സോ ഹോൾ പിച്ച് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വൺ മെത്തേഡ് ഓഫ് കൺട്രോളിങ് ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ഇസ് ബൈ കൺട്രോളിങ് ദ ഗ്രെയിൻ സൈസ് കൺട്രോൾ ചെയ്ത് നമുക്ക് പ്രോപ്പർട്ടി
കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ സ്മോൾ ഗ്രെയിൻ സൈസ് ആണെങ്കിൽ ഹാർഡ്നെസ് കൂടുതലായിരിക്കും, ലാർജ് ഗ്രെയിൻ സൈസ് ആണെങ്കിൽ ഹാർഡ്നെസ് കുറവായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു ഫോമുല സിഗ്മ വൈ ഈക്വൽ ടു സിഗ്മ 0 പ്ലസ് കെ ഡി റേസ് ടു -1/2 എന്ന് പറയുന്ന ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പിടിക്കാം? ഡയമീറ്റർ ആകുമ്പോൾ ആ ഗ്രെയിനിൻ്റെ സൈസാണ്. അങ്ങനെ നമുക്ക് എത്ര സ്ട്രെങ്ത് ആണോ വേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രെയിൻ സൈസ് നമുക്ക് കണ്ടുപിടിക്കാം. ആ ഗ്രെയിൻ സൈസിന് കറസ്പോണ്ടിങ് ആ ഒരു ഗ്രെയിൻ സൈസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺട്രോൾ സോൾട്ടിഫിക്കേഷനകത്തൂടെ നമുക്ക് പറ്റും. അങ്ങനെ നമ്മൾ റിക്വയർഡ് പ്രോപ്പർട്ടീസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് 0.05 മില്ലിമീറ്റർ ഉള്ളപ്പം അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് 20,000 PSA ആണ്. 0.007 മില്ലിമീറ്റർ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് 40,000 PSA ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 30,000 PSI സ്ട്രെങ്ത് വേണം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമീറ്റർ എത്രയാണ് ചോദ്യം. എനിക്ക് 30,000 PSI ഈൽഡ് സ്ട്രെങ്ത് വേണം, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഡയമീറ്റർ എത്ര? അപ്പോൾ 2 കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ 0.05 ആണെങ്കിൽ 20,000 PSI ആണ്, 0.007 ആണെങ്കിൽ 40,000 PSI ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഹോൾ പിച്ച് ഇക്വേഷൻ എടുത്ത് എഴുതുക. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യമേ നമ്മൾ കൺവേർഷൻ ചെയ്യണം. കൺവേർഷൻ ഇതിന് കൊടുത്തിട്ടുണ്ട് 1000 PSI ഈസ് ഈക്വൽ ടു 6.895 MPa കൊടുത്തത്. അപ്പോൾ നമ്മൾ ഈ 20,000 PSIനെ MPa കൺവേർട്ട് ചെയ്യുക, അതിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? ഫസ്റ്റ് കണ്ടീഷൻ 0.05 ഡയമീറ്ററും ഈ ഈൽഡ് സ്ട്രെങ്ത് സിഗ്മ വൈ ഇത്ര 20,000 PSIനെ MPa കൺവേർട്ട് ചെയ്യും. അപ്പോൾ സിഗ്മ വൈയുടെ വാല്യൂ ഡയമീറ്ററിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അതിനകത്ത് ഒരു ഇക്വേഷൻ നമ്പർ 1 കിട്ടുന്നു. അതുപോലെ തന്നെ 0.007 പിന്നെ 40,000 PSI. ഏതാണ് 0.007 40,000 PSI. 40,000 PSIനെ നമ്മളെങ്ങനെ കൺവേർട്ട് ചെയ്യണം? MPa കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ കൺവേർട്ട് ചെയ്യുന്നുള്ളത് ഈ ഒരു ഫോമുല, ഈ ഒരു കൺവേർഷൻ ഫോമുല യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എഗെയിൻ ഈ വാല്യൂ 0.007 പിന്നെ നമ്മുടെ ഒരു ഈൽഡ് സ്ട്രെങ്ത് 40,000 PSI ഈ ഇക്വേഷൻ വെച്ചു. അപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ? ഇത് ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കിട്ടുന്നത്. ഈ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കെയുടെ വാല്യൂ കിട്ടും, സിഗ്മ 0യുടെ വാല്യൂ കിട്ടും. ഇനി നമ്മൾ അടുത്ത് എന്തോ നമുക്ക് 30,000 PSI കറസ്പോണ്ടിങ് ഡയമീറ്റർ ഉണ്ട്. ഇപ്പോൾ 30,000 PSI സിഗ്മ വൈ കൊടുക്കണം. സിഗ്മ 0യുടെ വാല്യൂ നമുക്ക് കിട്ടി, കെയുടെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഡയമീറ്ററിൻ്റെ വാല്യൂ കിട്ടും. സോ ഈ ടൈപ്പ് ഓഫ് സിമ്പിൾ പ്രോബ്ലംസ് നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ 1 more ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് എല്ലാം തന്നു. ഹോൾ പിച്ച് ഇക്വേഷൻ എന്താണ്? സിഗ്മ വൈ ഈസ് ഈക്വൽ ടു സിഗ്മ 0 പ്ലസ് കെ ഇൻറ്റു ഡി റേസ് ടു -1/2 ആണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട്? കെ തന്നിട്ടുണ്ട്, സിഗ്മ 0 തന്നിട്ടുണ്ട്, അങ്ങനെ ഡയമീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ്ങുള്ള ഈൽഡ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാമല്ലോ. വെരി സിമ്പിൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ 1 ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അടുത്ത ക്ലാസ്സോടുകൂടി നമ്മൾ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് കൃത്യമായിട്ട് നോട്ട് എഴുതി എല്ലാവരും പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക.